ഹലോ എവരി വൺ, ഇറ്റ്സ് മീ ചന്ദ്രു. ആൻഡ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന SLC ഹിന്ദിയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പോയിന്റ്സ് ആണ്. SLC ഹിന്ദി എക്സാം ആവാറായി ഇനി വളരെ കുറച്ച് ദിവസം കൂടിയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ഒക്കേഷനിൽ ഹിന്ദിക്ക് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്ന ദിവസങ്ങളിൽ, അല്ലെങ്കിൽ എക്സാം വരെയുള്ള ദിവസങ്ങളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത് SLC അല്ലെങ്കിൽ സ്കൂളിന് വേണ്ടി നമ്മൾ ക്രിയേറ്റ് ചെയ്ത സൈറ്റാണ്. അപ്പോൾ ഇതിനകത്ത് ക്ലാസ് 10 ഹിന്ദിയിലെ ജസ്റ്റ് ഒരു ഇൻട്രഡക്ഷൻ, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ക്ലാസ് 10 സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ചാപ്റ്റർ വൈസ് നോട്ടുകൾ അവൈലബിൾ ആണ്. നമ്മൾ ഇതിൽ ഇത്രയും ചാപ്റ്ററുകളിലൂടെയാണ് ഇന്ന് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് റൗണ്ട് അപ്പ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് ചാപ്റ്ററാണ് ഹിഡ്കി എന്ന് പറയുന്നതാണ്. ഓക്കെ, നമുക്കറിയാം ഒരു ട്രെയിൻ യാത്രയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചാപ്റ്ററാണിത്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് കോൺവെർസേഷൻ ചോദിക്കാം, അതുപോലെ തന്നെ പട്കഥ നിങ്ങളുടെ അടുത്ത് ചോദിക്കാം, ഇത് ഡയറി, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഇതിൽ നിന്ന് മെയിനായിട്ട് വരുന്നത്. ഇതിൽ മെയിൻ ക്യാരക്ടേഴ്സ് ആയിട്ട് വരുന്ന പതി, പത്നി, അതുപോലെ തന്നെ ഷോൾ വിൽക്കാൻ വന്നിട്ടുള്ളൊരു യുവതി. ഇത്രയും പേരാണ് ഇതിനകത്ത് മെയിൻ ക്യാരക്ടേഴ്സ് ആയിട്ട് വരുന്നത്, ഹിഡ്കി എന്ന് പറയുന്ന ചാപ്റ്ററിലെ മെയിൻ ക്യാരക്ടേഴ്സ് ആയിട്ട് വരുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ആ ചാപ്റ്ററിൻ്റെ ഫുൾ നോട്ട്സ് കിട്ടുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് നോട്ട്സിലേക്കൊന്നും പോകുന്നില്ല, ജസ്റ്റ് എല്ലാ ചാപ്റ്ററിലൂടെ ഒന്ന് പറഞ്ഞു പോകുന്നു. അത്രയാണ് ഈ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം ഹിഡ്കി എന്ന് പറയുന്ന പാഠം ഇതാണ്. ഒരു ട്രെയിൻ യാത്രയെക്കുറിച്ചൊക്കെയുള്ള ഒരു പാസേജ് നിങ്ങൾക്ക് വരുവാണെങ്കിൽ അത് തീർച്ചയായിട്ടും ഹിഡ്കി എന്ന് പറയുന്ന പാഠത്തിൽ നിന്ന് ആയിരിക്കും. ഓക്കെ, നമുക്കിനി അടുത്തതിലേക്ക് പോവുകയാണെങ്കിൽ സിന്ദഗി കാ സഫർ എന്നതാണ് രണ്ടാമത്തേതായിട്ടുള്ള പാഠം. ഓക്കെ, ഹിഡ്കിയിൽ 2 പോയിന്റ് കൂടി പറയാനുള്ളത്. ഇപ്പം നമുക്ക് ഇതിനകത്തൊരു ഷോൾ വിൽക്കാനായിട്ട് ഒരു യുവതി വരുന്നുണ്ട്. അപ്പം ആ യുവതിനെ കണ്ടു കഴിയുമ്പോൾ എന്താണ്, ഹസ്ബൻഡിന് ആരെ ഓർമ്മ വരും? തൻ്റെ അച്ഛനെ ഓർമ്മ വരും. അതുപോലെ തന്നെ വൈഫിന് ഓർമ്മ വരുന്നത് എന്താണ്, കുറച്ചുകൂടി ബാർഗെയിൻ ചെയ്തായിരുന്നെങ്കിൽ ഷാൾ കുറച്ചുകൂടി വില കുറച്ച് കിട്ടിയേനെ. ആ ഒരു രീതിയിലുള്ള തോട്ട്സ് ആണ് മൈൻഡിലൂടെ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങളുടെ അടുത്ത് ചോദിക്കാം. ഇനി രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സിന്ദഗി കാ സഫർ എന്ന് പറയുന്നത് ഒരു ഹൈക്യു ആണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് 3 പേരുടെ ഹൈക്യു പഠിക്കാനുണ്ട്. ഇതിൽ മെയിനായിട്ട് ഒരു ഹൈക്യുവിൻ്റെ ഒരു ഹൈക്യു തന്നിട്ട് അത് എഴുതിയതാരാന്ന് ചോദിക്കാം, അതിൻ്റെ ആശയം നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം. അപ്പോൾ എഴുതിയതാരാന്നറിയാൻ എളുപ്പമാണ്. നമ്മൾ അതിൻ്റെ സ്റ്റാർട്ടിങ് വെച്ചൊന്ന് നോക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ടത് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അതിലൊക്കെ നമ്മൾ വരുന്ന ദിവസങ്ങളിൽ ഡിസ്കസ് ചെയ്ത് പോകും. ഓക്കെ, അപ്പോൾ അതിനകത്ത് നമുക്ക് 3 ഹൈക്യു ആണ് പഠിക്കാനുള്ളത്. അപ്പോൾ അതിൻ്റെ 3ൻ്റെ ആശയം എന്തായാലും പഠിച്ചേ പറ്റുള്ളൂ. ഇനി അടുത്താണ് റെയിൻ ബസേരേമേം എന്ന് പറയുന്നൊരു പാഠം നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഇതൊരു യാത്രാവൃത്താണ്, അല്ലെങ്കിൽ ഒരു യാത്രാ വിവരണമാണ്. നമ്മൾ ലേഖകവും സഹായകമായിട്ടുള്ള ചോട്ടു, പാഗൽ ആദ്മി, പിന്നെ ഒരു യുവക, ഇത്രയും പേരാണ് ഇതിൽ മെയിൻ ക്യാരക്ടേഴ്സ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ ചാപ്റ്ററിൽ നിന്ന് നിങ്ങളുടെ അടുത്ത് വാർത്താലാപ്, അതുപോലെ തന്നെ പട്കഥ, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ്, പിന്നെ ഡയറി ചോദിക്കാം. ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് മെയിനായിട്ട് വരാൻ സാധ്യതയുള്ളത്. ഓക്കെ ഓക്കെ അപ്പോൾ ഇത് കൂടാതെ തന്നെ നമുക്കിപ്പോൾ ഹിഡ്കി ആണെങ്കിലും റെയിൻ ബസേര ആണെങ്കിലും തന്നിട്ടുള്ള സംഭവങ്ങൾ, കുറച്ച് സെൻറ്റൻസുകൾ തന്നിട്ട് ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ളത് എന്ന് നിങ്ങളുടെ അടുത്ത് ചോദിക്കാം, അല്ലെങ്കിൽ കറക്റ്റ് ഓർഡറിലാക്കിയ സഹി ക്രമേ ലിഖിയ എന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കാം. ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങളുടെ അടുത്ത് വരും. ഇനി അടുത്താണ് മേരി ദുനിയാക്കെ തമാം ബച്ച, എൻ്റെ ലോകത്തിലെ എല്ലാ കുട്ടികളും എന്ന് പറയുന്ന ഒരു കവിതയാണ്. ഒരു യുദ്ധത്തിനെതിരെ പ്രതികരിക്കുന്ന കുട്ടികളെ ആണ് നമുക്ക് ഈ ഒരു കവിതയിൽ കാണാനായിട്ട് സാധിക്കുന്നു. ഓക്കെ, അപ്പം അങ്ങനെ ഒരു പാഠമാണ് മേരി ദുനിയാക്കെ തമാം ബച്ച. ഇനി അടുത്തതിലേക്ക് നമ്മൾ പോകുവാണെങ്കിൽ വൈറ്റ് ക്യാപ്പ് എന്ന് പറയുന്ന പാഠമാണ്. ഒരു ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട എന്ത് ക്വസ്റ്റ്യൻ വന്നാലും അത് വൈറ്റ് ക്യാപ്പിൽ നിന്നായിരിക്കും. കേശവ് എന്ന് പറയുന്ന കുട്ടിയാണ് മെയിൻ റോളിൽ വരുന്നത്. അപ്പോൾ കേശവിൻ്റെ പേര് കണ്ടാൽ, ഒരു പാസേജിനകത്ത് കേശവൻ്റെ പേര് കണ്ടാൽ ഡെഫിനറ്റ്ലി അത് വൈറ്റ് ക്യാപ്പിൽ നിന്നായിരിക്കും. അപ്പോൾ ഇതിൽ ആ പാഠത്തിൻ്റെ സ്റ്റാർട്ടിങ് തൊട്ടെടുക്കുകയാണെങ്കിൽ കേശവും ദാദാജിയും തമ്മിലുള്ള കോൺവെർസേഷൻ, അല്ലെങ്കിൽ അതിനുശേഷം കേശവും അച്ഛനും അമ്മയും തമ്മിലുള്ള കോൺവെർസേഷൻ, കേശവും മറ്റു കുട്ടികളുമായിട്ടുള്ള കോൺവെർസേഷൻ, അതുപോലെ തന്നെ മോഡൽ എക്സാമിന് ചോദിച്ച പോലെ കേശവ് മനോജ്, അല്ലെങ്കിൽ കേശവ് ഗുല്ലൂക്കിമ, ഇങ്ങനെ പല രീതിയിൽ കോൺവെർസേഷൻസ് വരാൻ സാധ്യതയുള്ള ഒരു പാഠമാണ്. ഇത് കൂടാതെ തന്നെ പട്കഥ തീർച്ചയായിട്ടും ഈ ഒരു പാഠത്തിൽ നിന്ന് വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഇത് കൂടാതെ ഈ പറഞ്ഞ പോലെ തന്നെ സഹി ക്രമേ ലിഖിയെ തുടങ്ങിയ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ സഖി പ്രസ്താവ് ചുൻകർ ലിഖിയെ, ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതിൽ നിന്ന് വരാനായിട്ട് സാധ്യതയുണ്ട്. ഓക്കെ, ഇനി അടുത്തതിലേക്ക് പോവുകയാണെങ്കിൽ ദില്ലിമേ ഉനീന്ദ എന്നതാണ്. ഒരു സംസ്മരണമാണ്, എഴുതിയത് ഗഗൻ ഗില്ലാണ്. അപ്പോൾ ഇതിനകത്ത് ഒരു ഓട്ടോറിക്ഷക്കാരനെ ആയിട്ടുള്ള രാജാറാമിനെ കണ്ടുമുട്ടുന്നതും അവർ തമ്മിലുള്ള ഒരു ചെറിയ ഇൻ്റർവ്യൂ പോലെയുള്ള
കുറേ ക്വസ്റ്റ്യൻസ്, അതിന് രാജാറാം പറയുന്ന മറുപടി, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്. ഓക്കെ, അദ്ദേഹം വളരെ കഷ്ടപ്പെട്ട് അല്ലെങ്കിൽ ആ കഷ്ടപ്പാട് കാരണമാണ് ഗ്രാമം ഒക്കെ ഉപേക്ഷിച്ച് പട്ടണത്തിലേക്ക് വരുന്നത്. അവിടെ എന്താണ് അന്നന്നത്തെ ആഹാരത്തിന് വേണ്ടിയുള്ള വക കിട്ടുന്നുണ്ട് അദ്ദേഹത്തിന്. ഓക്കെ, അപ്പം അങ്ങനെയുള്ള ഒരു സംസ്മരണമാണ് ദില്ലി മേ ഉനിന്ദെ. ഓക്കെ, അപ്പം നമ്മളൊരു ഓട്ടോയുടെ കാര്യമൊക്കെ വരുമ്പോൾ അത് തീർച്ചയായിട്ടും ദില്ലി മേ ഉനിന്ദെ എന്ന് പറയുന്ന പാഠത്തിൽ നിന്നാണ് മനസ്സിലാക്കുക. ഇനി അടുത്തതാണ് മധുർ വചൻ. മധുർ വചനകത്ത് നമുക്ക് 3 പേരുടെ ദോഹയാണ് പഠിക്കാനുള്ള. ഒന്നാമത്തെ കബീർദാസ്, തുളസീദാസ്, അതുപോലെ തന്നെ റഹീം, ഇവരുടെ 3 പേരുടെയും ദോഹ നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ അത് കറക്റ്റായിട്ട് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അതായത് ദോഹ നമുക്ക് തന്നു കഴിഞ്ഞാൽ ഇത് ആരാണ് എഴുതിയതെന്ന് ചോദിക്കും. ഓക്കെ, അപ്പോൾ അത് കറക്റ്റായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പഠിച്ചോണം. പിന്നെ അതിനുശേഷം ഈ ദോഹയുടെ ആശയം ചോദിക്കാം. അപ്പോൾ അതൊക്കെ എഴുതാനായിട്ട് സെറ്റായിട്ട് ഇരുന്നോണം. ഇനി അടുത്താണ് ഏക് തിൻക എന്ന് പറയുന്ന പാഠമാണ്. ഒരു പുൽനാമ്പിനെ കുറിച്ചുള്ള പാഠമാണ്. പുൽനാമ്പ് കണ്ണിൽ പോവുകയും കവിയുടെ അഹങ്കാരമൊക്കെ ഇല്ലാതാകുകയും ചെയ്യുന്ന ആ ഒരു സിറ്റുവേഷനൊക്കെയാണ് ഈ ഒരു പാഠത്തിനകത്ത് വരുന്നത്. അയോധ്യ സിംഗ് ഉപാധ്യായ് ഹരിയോദാണ് ഇത് എഴുതിയത്. ഓക്കെ, വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. വളരെ ചെറിയൊരു പോയമാണ് ഇത്. ഇനി അടുത്തതായിട്ട് നമ്മൾ വരികയാണെങ്കിൽ ഗലീലിയോ എന്ന് പറയുന്ന പാഠമാണ്. അപ്പോൾ ഏക് തിൻകയെ നമുക്ക് മെയിനായിട്ടും കവിതയുടെ ആശയം തന്നെയാണ് അതിനകത്ത് മെയിനായിട്ടുള്ളത്. ഗലീലിയോയിലേക്ക് നമ്മൾ വരുവാണെങ്കിൽ അതൊരു ലേഖാണ്, പക്ഷേ അതിനകത്തൊരു ഇൻസിഡന്റ് കൂടി വരുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നാണ് നമുക്ക് മോഡൽ എക്സാമിന് ക്വസ്റ്റ്യൻസ് ചോദിച്ചത്. അതായത് ഗലീലിയോയും അച്ഛനും തമ്മിലുള്ള കോൺവെർസേഷൻ എഴുതാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കാം, അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് എഴുതാൻ പറഞ്ഞ് ചോദിക്കാം. ഓക്കെ, അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് ഗലീലിയോ സബ്ജക്റ്റ് ചേഞ്ച് ചെയ്തത്, അങ്ങനെയുള്ള ഒത്തിരി ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ അടുത്ത് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും ഗലീലിയോ എന്ന് പറയുന്ന പാഠം ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞിരുന്നോണം. ഇനി അടുത്തതിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ പൈതൽ ചൽത്താ ഹുവ ആദ്മിയാണ്. കാൽനടയായിട്ട് പോകുന്ന ആളുകളെ സൂചിപ്പിക്കുന്ന ആ ഒരു കവിതയാണ് പൈതൽ ചൽത്താ ഹുവ ആദ്മി. ഓക്കെ, അപ്പോൾ അതിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ കാറിൽ പോകുന്ന ഒരു പുച്ഛത്തോടു കൂടി നോക്കുന്നു ആരെ, കാൽനടയായിട്ട് പോകുന്നവരെ. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് വരുന്നത്. കുറച്ച് സിമ്പിൾ ആയിട്ടുള്ളൊരു പോയമാണ്. ഓക്കെ, അപ്പോൾ അത് നോക്കിക്കോണം. അപ്പോൾ ഇതിനകത്ത് മെയിനായിട്ട് കവിതയുടെ ആശയം നിങ്ങളുടെ അടുത്ത് ചോദിക്കാം. ഇനി അടുത്തതായിട്ട് വരുവാണെങ്കിൽ പരി ലഡ്കി എന്ന് പറയുന്ന പാഠമാണ്. ഒരു റൊമാൻറ്റിക് സ്റ്റോറി എന്ന് നമുക്ക് പറയാവുന്ന പരി ലഡ്കിയാണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഹർമൻ എന്ന് പറയുന്ന കുട്ടിയുടെ ക്യാരക്ടർ സ്കെച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ കോൺവെർസേഷൻസ്, സ്ക്രിപ്റ്റ്, ഇതൊക്കെ വരാൻ സാധ്യതയുള്ള ഒരു പാഠമാണ് പരി ലഡ്കി. അതുപോലെ തന്നെ സഹി പ്രസ്താവ്, പിന്നെ എന്താണ് ക്രം മെ ലിഖിയെ എന്നൊക്കെ പറഞ്ഞുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതിൽ നിന്ന് വരാനായിട്ട് സാധ്യതയുണ്ട്. ഇനി അടുത്തതിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ലാസ്റ്റ് ചാപ്റ്റർ ആണ് സിലാബീൻതി ലഡ്ക്യാം എന്നാണ്. അതായത് ധാന്യം ശേഖരിക്കുന്ന പെൺകുട്ടികളെ കുറിച്ച് പറയുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു കവിതയാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആശയം പഠിച്ചു വെച്ചോണം. അത് ആശയം അറിയാമെങ്കിൽ ഇതിൽ നിന്ന് എന്ത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ മെയിനായിട്ട് നോക്കി കഴിയുമ്പോൾ സിന്ദഗി കാ സഫർ എന്ന് പറയുന്ന ഹൈക്യൂവിൻ്റെ ആശയം നമ്മൾ പഠിച്ചേ പറ്റുള്ളൂ. അതുപോലെ തന്നെ മേരി ദുനിയാക്കെ തമാം ബച്ചെ കവിതയാണ്, അതിൻ്റെ ആശയം പഠിക്കണം. ഇനി അടുത്തതായിട്ട് വരുവാണെങ്കിൽ മധുർ വചൻ, അതിൻ്റെയും ആശയം പഠിച്ചേ പറ്റുള്ളൂ, കാരണം ദോഹയാണ്. ഏക് തിൻക കവിതയാണ്. പിന്നെ പൈതൽ ചൽത്താ ഹുവ ആദ്മി, സിലാബീൻതി ലഡ്ക്യാം, ഇത്രയും ചാപ്റ്റേഴ്സ് കവിത അല്ലെങ്കിൽ പോയം പോലെയുള്ളതാണ്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് സെൻറ്റൻസുകൾ വന്നിട്ട് കവിതയുടെ ആശയം എഴുതാൻ ആ രീതിയിൽ ക്വസ്റ്റ്യൻസ് വരുന്നതുകൊണ്ട് അത് ഡെഫിനറ്റ് ആയിട്ട് അതിൻ്റെ ആശയം നോക്കി വെച്ചോണം. ഇനി ബാക്കിയുള്ള ചാപ്റ്ററുകൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കുക, കാരണം അതിൽ നിന്ന് ഒരു സിറ്റുവേഷൻ തന്നിട്ടായിരിക്കും നിങ്ങൾക്ക് പട്കഥ എഴുതാൻ പറഞ്ഞ് ചോദിക്കുന്നത്. അപ്പം നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ ഇപ്പോൾ ലെറ്റർ എഴുതാൻ പറഞ്ഞാൽ ആ സിറ്റുവേഷൻ കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് എഴുതിയാലാണ് അവിടെ മാർക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ പോയിന്റുകളൊക്കെ തന്നെ നോക്കുക. ഇനി വരുന്ന വീഡിയോസിൽ നമ്മൾ ഓരോ ചാപ്റ്ററിൽ നിന്ന് വരുന്ന ഷുവർ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, സോ ഗൈസ്, സീ യു ഇൻ ദ നെക്സ്റ്റ്. തബ് തക് के लिए ओके बाय.